സ്വർഗം പോലും ഒരു നിമിഷം ഭൂമിയെ നോക്കി അസൂയപ്പെട്ടൊരു ദിവസമുണ്ട്. മണ്ണിൻ്റെ മടിത്തട്ടിൽ പുൽക്കൊണ്ട് തണലിൽ വായ്ക്കൊണ്ട് ചൂടും പറ്റി ദൈവസുതൻ പിറന്നു വീണ ആ ദിവസം. ഒരു നോക്ക് കാണുവാൻ ആട്ടിനെ മരത്തുന്നുണ്ട്. കാതങ്ങൾ താണ്ടി കിടക്കുന്നെന്നും എത്തിയ ജ്ഞാനികളുമുണ്ട്. അവിടെ കൈവശം അതിവിശിശുവിന് സമർപ്പിക്കുവാൻ കാഴ്ചദ്രവ്യങ്ങളും ഉണ്ടായി എന്നൊരു ധ്യാനചിന്തയാകട്ടെ ഈ ദിവസം. ദൈവത്തെ നിശ്ചയിക്കപ്പെട്ട ഹിതം തന്നെയായിരുന്നത്. കാരണം നിക്ഷേപപാത്രങ്ങൾ തുറന്നവ സമ്മാനിച്ച കാഴ്ചദ്രവ്യങ്ങൾ ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന കിളിവാതകൾ തന്നെയാണ്. അവൻ്റെ രാജകീയതയുടെ ഓർമ്മപ്പെടുത്തലായി മെൽക്കിയോർ സ്വർണ്ണമാണ് കാഴ്ചവെക്കുന്നത്. പൗരോഹിത്യത്തിൻ്റെ അടയാളമായി ഗാസ്പർ കുന്തിരിക്കം നൽകുന്നു. ദൈവവുമായുള്ള നമ്മുടെ അനുരഞ്ജനത്തിൻ്റെ പ്രതീകമാണവൻ എന്ന നിലയിൽ ബെൽത്താസർ മീറയും സമർപ്പിക്കുന്നു. അങ്ങനെ കിഴക്കുനിന്നെത്തിയ 3 ജ്ഞാനികൾ സ്വീകാര്യമായി കാണിക്കകൾ അവന് നൽകുന്നുവെങ്കിൽ ഈ ക്രിസ്മസ് പുലരിയിൽ ദിവ്യസുതന് നമ്മൾ എന്തു സമ്മാനമാണ് മാറ്റിവെച്ചിരിക്കുന്നത്? നമുക്കൊക്കെ അറിയാം, ക്രിസ്മസ് നമ്മുടെ ആരുടെയും ജന്മദിനമല്ല. മാനവരാശിയുള്ള സ്നേഹത്തെ പ്രതി സ്വർഗം വിട്ട് ഭൂമിയിലെ ചെറുകുടിലേക്ക് കടന്നു വന്ന ദൈവസുതൻ്റെ പിറവി ദിവസമാണ്. ദൈവം നമുക്ക് ഏറ്റവും ഹൃദയഹാരിയായ സ്നേഹസമ്മാനം നൽകി അവൻ്റെ മകനെ തന്നെ. പകരമായി നമ്മൾ എന്തു കൊടുക്കും? നമ്മുടെ ബലിദാനങ്ങളോട് ഇതുവരെയും അവനത്ര പ്രിയം തോന്നിയിട്ടില്ലെന്നേ. ആത്മാവിൻ്റെ നിഷ്കളങ്ക സ്നേഹം മാത്രമാണ് അവൻ കൊതിക്കുന്നത്. അപരനോട് നാം കാണിക്കുന്ന സഹാനുഭൂതിയും അലിവും കരുണയും സ്നേഹപ്രകടനങ്ങളുമൊക്കെയായിരിക്കും അവൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. ആകയാൽ ഈ ക്രിസ്മസ് പുലരിയിൽ കുറച്ചുകൂടി ഹൃദയഹാരിയായ സമ്മാനം നൽകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക്.